കേരള ഫോറക്സ് അക്കാഡമി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്റ്റഡി ക്ലാസ്സിൻ്റെ 3-ാം ഭാഗം അത് ഇപ്പോൾ ഓൾറെഡി സെൽസുകാരിലേക്ക് നിൽക്കുകയാണ്. നമുക്കൊരു എൻട്രി കിട്ടണം സെല്ലിലേക്ക്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമുക്കിപ്പോൾ തന്നെ ഒരു സെൽ എൻട്രി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ റൺ ചെയ്ത ക്യാൻഡിൽ റെഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സെല്ലെടുക്കും. ഇനി ഒരു 1 മിനിറ്റും 15 സെക്കൻഡുമാണ് അതിനുള്ളത്. ഓൾറെഡി റിജക്ഷൻ വന്നിരുന്നു. നമ്മുടെ സെല്ല് എടുക്കേണ്ട സമയം കഴിഞ്ഞിരുന്നു. അത് ഇവിടെയാണ്, ഇവിടെ നിന്നായിരുന്നു സെല്ല് നേരത്തെ ഉണ്ടായിരുന്നത്. മുകളിൽ കാണുന്ന ഫ്രാക്ടലിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ആണ് സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു 20 സെക്കൻഡും കൂടെ ഉള്ളൂ ഈ ക്യാൻഡിൽ ക്ലോസ് ആവാൻ. 0.02 ആക്കാം എൻട്രി. എനിക്ക് കുറച്ച് കോൺഫിഡൻ്റ് ഉള്ളൊരു എൻട്രിയാണ്. അപ്പോൾ ഞാനൊന്ന് ലോട്ട് ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്. 6 സെക്കൻഡുകൾ മാത്രം ബാക്കി. ഓക്കെ, ക്യാൻഡിൽ നെക്സ്റ്റ് സ്റ്റാർട്ട് ചാലു ആയിട്ടുണ്ട്. സെല്ലെടുത്തു, 0.02 എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഫ്രാക്ടലിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഹൈ നോക്കാൻ വേണമെങ്കിൽ ആ ക്യാൻഡലിൻ്റെ ഹൈ എത്രയായിരുന്നു എന്നുള്ളത്. $110, 14, 111.78 ഹൈ. ഓക്കെ, 111.78. അപ്പം നമ്മളൊരു മുകളിൽ ഒരു 50 പോയിൻ്റ് മുകളിൽ കയറ്റി വെച്ചിട്ട് സെല്ല് കൊടുക്കുക. അപ്പോൾ 12.28. ഓക്കെ, അതിൽ സെറ്റ് ചെയ്യേണ്ടത് 4012.28 സ്റ്റോപ്പ് ലോസ്. അപ്പോൾ 8.41, 10.28, 2 പോയിൻ്റാണുള്ളത്. ഒരു 4 പോയിൻ്റ് നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം. 4004 റൗണ്ട് ചെയ്തങ്ങ് സെറ്റ് ചെയ്തതാണ്. അത് തൊട്ടെത്തിയാൽ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ആവാമല്ലോ. ഇതാണ് ടാർഗറ്റ്. അപ്പോൾ ഇപ്പോൾ ഈ രീതിയിൽ ഞാനിത് ഇപ്പോൾ 2 മിനിറ്റല്ലേ കഴിഞ്ഞുള്ളൂ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാട് ലോങ് ആയി പോകുന്നു എന്ന് പറയുന്ന വീഡിയോ, അതുകൊണ്ട് ഷോർട്ടാക്കാം. ഇത് 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ എൻട്രിയാണ്. നമ്മുടെ മൂവിങ് ആവറേജുകൾ 3 സെൽ സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. അതിനുശേഷം വന്ന റിജക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഇത് വെച്ചിട്ടാണ് നമ്മളുടെ എൻട്രി വരുന്നത്. നല്ല രീതിയിൽ ഇപ്പോഴത്തെ $3 പ്രോഫിറ്റ് റൺ ചെയ്യുന്നു. അത് നമ്മൾ 1:1 ആവാറാവുന്നു ഏതാണ്ടൊക്കെ. ഇതിൽ നിങ്ങൾ സ്കാൽപ്പിംഗ് മോഡൽ ഈ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നോക്കി ഇരുന്നിട്ട് എക്സിറ്റായി പോവുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതിപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ $6 പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഒരു ചെറിയ പിടുത്തം കൂടെ പിടിച്ചാൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആവാവുന്നതേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമുക്കിപ്പോൾ ഇത്രയും പ്രോഫിറ്റ് ഉണ്ട്. 408 നമ്മൾ എൻട്രി. ഇപ്പം നിൽക്കുന്നത് 405 സംതിങ്ങിലാണ്. 408 സ്റ്റോപ്പ് ലോസ് ചേഞ്ച് ചെയ്യാം, ബ്രേക്ക് ഇവൺ പോലെ. അപ്പോൾ നമുക്ക് ലോസ് ഇല്ല. 408 സ്റ്റോപ്പ് ലോസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ലോസ് ഇല്ല. രണ്ടാമത് വീണ്ടും പോയി ഇനി അത് ലോസിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ നമുക്ക്. അപ്പോൾ ലോസും ഇല്ല, പ്രോഫിറ്റിൽ 48 പൈസ എങ്ങോട്ട് പ്രോഫിറ്റ് കിട്ടും, അത്ര കിട്ടും. ആ രീതിയിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കത് നിങ്ങളുടെ ഔചിത്യം കൂടെ ഇതിൽ പ്രയോഗിക്കണമല്ലോ. ഒരു സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടങ്ങ് പോകുന്നതിനേക്കാൾ ബെറ്റർ ബ്രേക്ക് ഇവൺ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അത്യാവശ്യം മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഈ ക്യാൻഡിൽ 3 മിനിറ്റും 15 സെക്കൻഡും ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇനി 1 മിനിറ്റ് 40 സെക്കൻഡ് ബാക്കിയുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ആ ടാർഗറ്റ് ഹിറ്റായാൽ അടിപൊളി. ഈ വീഡിയോ ഷോർട്ട് വീഡിയോ ആയി മാറും. 5 മിനിറ്റ് കഴിയുന്നു വീഡിയോ.
അതെ, നമ്മുടെ ടാർജറ്റിലേക്ക് എത്തുന്നു. ഒരു ചെറിയൊരു പിടുത്തം കൂടെ. ടാർജറ്റ് $7 വരട്ടെ. ടാർജറ്റ് അടിക്കട്ടെ. ഒന്നില്ല, കുറച്ചുകൂടെ ഒന്നുകൂടെ പിടിച്ചാൽ ടാർജറ്റ് ആവും. പോയി. അത് തൊട്ട് ടാർജറ്റിൻ്റെ അടുത്ത് വന്നിട്ട് തിരിച്ചു പോയി. നമ്മൾ ടാർജറ്റ് ഇത്തിരി കൂട്ടിയാണ് വെച്ചേക്കുന്നതല്ലേ, 4 പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് 48 പോയിൻ്റ് കൂട്ടിയാണ് വെച്ചത്. അതുകൊണ്ടാണത് ഹിറ്റാവാതെ പോയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എക്സിറ്റ് ആവാമല്ലോ. ഇത് എക്സിറ്റ് ആയിട്ട് നോക്കാം. ഓക്കെ, $5 ഞാൻ എക്സിറ്റായി. നമ്മുടെ TP എന്ന് പറയുന്നത് 4000 എത്രയൊക്കെയായിരുന്നു സെറ്റ് ചെയ്തത് മറന്നുപോയി. 4003 തോന്നുന്നു. അല്ല, 4004 4004 സെറ്റ് ചെയ്തിരുന്നത്. 4004 40 സംതിങ്ങാണ് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഹിറ്റായിട്ടുണ്ട് അല്ലേ. എന്തായാലും വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരും കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.